ഹായ് ഫ്രണ്ട്സ്, രാവിലെ തന്നെ കളം ഒന്നുകൂടെ മെഴുകി. കാരണം 2-3 ദിവസത്തെ കുത്തിവരയുടെ മഹാത്മ്യം അതിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വേണ്ടല്ലോ, നമ്മൾ ഒന്നുകൂടെ മെഴുകിയിട്ട് ഒന്നും കൂടെ കളം ഇടുകയാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കണം കത്തിയൊക്കെ വെച്ചിടുമ്പോൾ ഞാൻ ഭയങ്കര പ്രൊഫഷണലായിട്ട് ഇടുകയായിരിക്കുമെന്ന്. വെറുതെയാണ്, ഒന്നുമല്ല. ഇത് സംഭവം പൂ അരിയാൻ വേണ്ടി എടുത്ത കത്രികയാണ്. അപ്പോൾ പിന്നെ പട്ടിഷ കാണിക്കാമെന്ന് വെച്ച് അതും കൊണ്ട് ഇടുന്നതേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് വന്നപ്പോഴത്തേക്ക് വട്ടത്തിനെന്തോ ഒരു ചരിവ് വന്ന പോലെ. പോട്ടെ, മോഹൻലാൽ ഫാനായിരിക്കും. അങ്ങനെ എന്തായാലും വേണ്ടല്ലോ, നമ്മൾ ഔട്ടർ ലെയർ മഞ്ഞ കളർ ബന്ദി ജമന്തി വെച്ചും കണ്ട് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ റോസ് പെറ്റൽസ് വെച്ചും കണ്ടിട്ട് ഓരോ കളി ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം എന്തൊക്കെയോ എവിടേക്കോ ഒരു തകരാറുണ്ടെന്ന് എനിക്ക് ആദ്യമേ തോന്നി. പക്ഷേങ്കിൽ ഞാനത് മൈൻഡാക്കാണ്ട് എന്തായാലും ഇട്ട് തീർക്കാമെന്നുള്ള രീതിയിലാണ് ഇടുന്നത്. കാരണം മോന് പരീക്ഷയാണ്, അവനെ എഴുന്നേൽപ്പിക്കണം, പഠിപ്പിക്കണം, കുളിപ്പിക്കണം, പണികൾ ഒരുപാടുണ്ട്. അങ്ങനെ എന്തായാലും വേണ്ടില്ല. റോസ് പെറ്റൽസിൻ്റെ ഒരു കളം നമ്മൾ റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ച് കളർ ബന്ദിയാണ് കേട്ടോ ഇടുന്നത്, ജമന്തി. അപ്പോൾ ഓറഞ്ച് കളർ ജമന്തി ഇടയിൽ ഇട്ട് കൊടുക്കുമ്പം കത്രിക വെച്ച് കുത്തി തോണ്ടിയൊക്കെ റെഡിയാക്കണുണ്ടെങ്കിലും അത് റെഡിയാവണില്ല. അപ്പോഴും എന്തോ ചരിവ് ഞാൻ കാണുന്നുണ്ട്, പക്ഷെ ഞാനത് മനസ്സിലാക്കണില്ല. പക്ഷെങ്കിൽ ഏറ്റവും അവസാനം വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാവണേ എൻ്റെ കളത്തിന് മാത്രം മോഹൻലാലിൻ്റെ ബാധ കയറി എന്നുള്ളത്. കാരണം മൊത്തത്തിലൊരു ചരിവ്, മൊത്തത്തിലൊരു ഒടിവ്, മൊത്തത്തിലൊരു ഇരുത്തം വന്നിട്ടുള്ള ഒരു കളം. അങ്ങനെ എന്തായാലും വേണ്ടില്ല. ഇന്ന് നമുക്ക് കളം ഫില്ല് ചെയ്യാനായിട്ട് മുല്ലപ്പൂ മൊത്തം വാടിപ്പോയി. ഓൾറെഡി അത് മുല്ലമുട്ട് തരം തിരിച്ചിട്ട് വാടിയിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് കരിഞ്ഞുപോയി. വെറുതെ എന്തിനാണ് കാപ്പിപ്പൊടി കളറിൽ പൂടുന്നതെന്ന് വിചാരിച്ച് കണ്ടിട്ടാണ് ഞാൻ പച്ച കുറച്ച് പായലിൻ്റെ ഇല പറിച്ച് ബാക്കി കളം ഫില്ല് ചെയ്തത്. അപ്പോൾ ഈ 100 രൂപയുടെ പൂവിനകത്ത് ഞാൻ ആകെ എക്സ്ട്രാ ആഡ് ചെയ്തത് ഇത് മാത്രമാണ്. ഇന്ന് രണ്ടും പിന്നെ പായലും വേറെ ഒരു കാക്കപ്പൂ കണക്കത്തെ ഒരു ടൈപ്പ് പൂവാണ്. അപ്പോൾ ഇത് ഫുൾ ഇട്ട് കഴിഞ്ഞപ്പം പൂവ് അധികം വന്നു. അരിഞ്ഞ് വെച്ചാൽ തന്നെ ഇത് തന്നെയാണ് അവസ്ഥ എന്നറിയാലോ. പിന്നെ ഞാൻ എല്ലായിടത്തും അച്ചാരം പൂച്ചാരം ഒന്നും നോക്കിയില്ല, നിറച്ച് കുത്തിക്കയറ്റി കൊടുത്തു. കാരണം ഒരു നല്ല പൂക്കളമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എൻ്റെ കളത്തിന് ചരിവുണ്ടെന്ന്. അങ്ങനെ എന്തായാലും വേണ്ടില്ല. ശ്രീയേട്ടൻ പറഞ്ഞു എന്തോ ഒരു കുഴപ്പമുണ്ട്, ഞാൻ പറഞ്ഞില്ല. അങ്ങനെ എന്തായാലും നമ്മുടെ കളത്തിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നടുക്കത്തെ പൂവും വെച്ച് കോർണറിൽ 4 വയലറ്റ് കളർ പൂവും. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.